ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് തലമുടി പെട്ടെന്ന് നരയ്ക്കുന്നത്. വലിയവർക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കും മുടി നരയ്ക്കാറുണ്ട്. അപ്പോൾ ഇത് തടയാനും അതുമാത്രമല്ല നമ്മുടെ താരം മാറ്റാനും മുടി കൊഴിച്ചിൽ മാറി മുടി നല്ലതുപോലെ തഴച്ച് വളരാനുള്ള ഒരു കിടിലം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് തലമുടി ഇതുപോലെ പൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഓരോ ദിവസം ഇതുപോലെ പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മുടെ തലമുടി ഒട്ടും തന്നെ കാണില്ല. ഈ ഒരു മാസത്തിൽ തന്നെ നല്ലതുപോലെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്ന സമയമാണ് കേട്ടോ. കാരണം ഈ കർക്കിടക മാസത്തിലൊക്കെ നമ്മുടെ തലമുടിയൊക്കെ നല്ലതുപോലെ സൂക്ഷിക്കേണ്ട സമയമാണ്. അപ്പോൾ അത് മാത്രമല്ല, മുടി നല്ലതുപോലെ നരയ്ക്കുന്നത്, നല്ല പോലെ നരച്ച മുടിയും പെട്ടെന്ന് കറുപ്പിക്കാനുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മുടെ തലമുടിയിൽ ദിവസേന യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഔഷധക്കൂട്ടാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു കറിവേപ്പില മാത്രം മതി കേട്ടോ. കറിവേപ്പില എന്ന് പറയുന്നത് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്. നമ്മളെല്ലാ കറികൾക്കും ഉപയോഗിക്കുന്ന കറിവേപ്പിലയാണ്. അപ്പോൾ ഇതുകൊണ്ട് ലേഹ്യം തയ്യാറാക്കി കഴിക്കാം, അല്ലാതെ നമുക്ക് ഇത് ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കാം, എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഒട്ടും തന്നെ മരുന്നൊന്നും തളിക്കാതെ നല്ലതായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ നല്ലതുപോലെ മഞ്ഞയും ഉപ്പും വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയ ശേഷം മാത്രമേ നമ്മൾ തലമുടിയിലൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ എടുത്ത കറിവേപ്പില ഞാൻ കുറച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ കുറച്ചളവിലാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ അത് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാറുണ്ട് കേട്ടോ. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉണക്ക നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നെല്ലിക്കയാണ് കേട്ടോ. നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലും മതി കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കരിഞ്ചീരകമാണ് കേട്ടോ. നമ്മൾ കരിഞ്ചീരകമൊക്കെ നമ്മളെ മുടി വളരാനും അതുപോലെ തന്നെ മുടി കറുക്കാനൊക്കെ കരിഞ്ചീരകം ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് കരിഞ്ചീരകം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വെള്ളം നമ്മൾ വറ്റിച്ച് ഇതിനെ 1/2 കപ്പ് ആക്കി എടുക്കണം. അപ്പം ഞാൻ ഇവിടെ 1 കപ്പ് നിറച്ചും വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അടുത്ത് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് 1/4 സ്പൂൺ അളവിൽ കാപ്പിപ്പൊടിയാണ്. നമ്മൾ സാധാരണ കാപ്പിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും പിന്നെ 1/2 സ്പൂൺ അളവിൽ നെല്ലിക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഒട്ടും മുടിയില്ലാത്തവർക്കും ഇത് ദിവസേന നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതുപോലെ മുടി തഴച്ച് വളരും കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് തയ്യാറാക്കി നമ്മൾ തലമുടിയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ മുടി വളർന്ന് കിട്ടും. നമ്മളിതിൽ കെമിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളും ചേർത്തില്ല, നല്ല നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ 1/2 ഗ്ലാസ് വെള്ളം വരെ ആക്കിയെടുക്കണം കേട്ടോ. നമ്മൾ വറ്റിച്ച് ആ ഒരു ഔഷധം എല്ലാം നമുക്ക് ആ ഒരു വെള്ളത്തിൽ വരണം. ആ കണക്കിന് നമ്മൾ ഇതിനെ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ആ കളറൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല കളറുണ്ട് കേട്ടോ. ഇത് സ്ഥിരമായിട്ട് നമ്മൾ തലയിൽ തേക്കുകയാണെങ്കിൽ നമുക്ക് താരൻ, മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ അകാല നര ഇതെല്ലാം മാറിക്കിട്ടും കേട്ടോ. നമ്മുടെ തലമുടി നല്ലതുപോലെ കറുത്ത് നല്ല രീതിയിൽ വളരും കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു അരിപ്പ ഉപയോഗിച്ച് നല്ലതുപോലെ അരിച്ച് ആ ഒരു കൊത്തെല്ലാം മാറ്റിയെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, നല്ല കളറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മൈലാഞ്ചി പൊടി മിക്സ് ചെയ്ത് നമുക്ക് തലയിൽ തേക്കാം. അപ്പോൾ നമുക്ക് അതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇത് നല്ലതുപോലെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുളിക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് നമ്മൾ തലമുടിയിലും എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് ഇട്ടിരുന്നിട്ട് കുളിക്കുകയാണെങ്കിൽ മുടി നല്ലതുപോലെ വളർന്ന് കിട്ടും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അധിക സമയം ഇടേണ്ടതില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര തലമുടി ഇല്ലാത്തവർക്കും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. എൻ്റെ ഈ ഒരു പ്രായത്തിലും എൻ്റെ തലമുടി ഇതുപോലെയൊക്കെ സൂക്ഷിക്കുന്നത് ഇങ്ങനത്തെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ.
അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.